ഹലോ എവ്രി വൺ. ഹ്യൂമൻ ബോഡി സിസ്റ്റംസ്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ പല സിസ്റ്റങ്ങളെക്കുറിച്ചും അവ ഒന്നു ചേർന്ന് ഹ്യൂമൻ ബോഡിയെ എങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നും ആണ് നമ്മൾ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന പുസ്തകം ആസ്പദമാക്കി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിനെ പ്രധാനമായിട്ടും 12 സിസ്റ്റംസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം, സ്കെലറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, urinary system, male reproductive system and female reproductive system. ആദ്യം നമുക്ക് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമ്മുടെ ബോഡിയെ കവർ ചെയ്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും സംരക്ഷിക്കുന്ന സ്കിൻ ഉൾപ്പെടുന്നതാണ് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം. സ്കിന്നിനോട് ചേർന്നുള്ള ഹെയർ ഫോളിക്കിൾസ്, നെയിൽസ്, സ്വെറ്റ് ഗ്ലാൻഡ്സ്, പിന്നെ ഓയിൽ ഗ്ലാൻഡ്സ് എന്നിവ ചേർന്നിട്ടാണ് നമ്മുടെ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്: പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻസ്, പിന്നെ ക്യൂട്ടേനിയസ് സെൻസേഷൻ. ക്യൂട്ടേനിയസ് സെൻസേഷനാണ് നമ്മളെ ടച്ച്, പ്രഷർ, കോൾഡ് ആൻഡ് വാംത്, പെയിൻ, ഇച്ച് എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ഇതെല്ലാം നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില സെൻസറി റിസപ്റ്റേഴ്സ് നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെയുണ്ട്. തെർമോ റിസപ്റ്റേഴ്സാണ് നമ്മളെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ നോസിസെപ്റ്റേഴ്സ് പെയിൻ സെൻസ് ചെയ്യാൻ സഹായിക്കുന്നു. മെക്കാനോ റിസപ്റ്റേഴ്സാണ് പ്രഷർ സെൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൻ്റെ പിന്നെയുള്ള ഒരു ഫങ്ഷനാണ് മെറ്റബോളിക് ഫങ്ഷൻസ്. നമ്മുടെ സ്കിന്നിൻ്റെ പ്രധാനപ്പെട്ട മെറ്റബോളിക് ഫങ്ഷനാണ് പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി. പിന്നെ ഒരു ഫങ്ഷനാണ് സ്കിൻ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് റിസർവോയർ ആയി ഫങ്ഷൻ ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഒരു ലെയറായ ഡെർമിസിലുള്ള ബ്ലഡ് വെസൽസിലാണ് ബോഡിയിലെ ബ്ലഡിൻ്റെ 5% സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ബ്ലഡ് വെസൽസ് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്കും വഹിക്കുന്നുണ്ട്. മറ്റൊരു ഫങ്ഷനാണ് എക്സേർഷൻ ആൻഡ് അബ്സോർപ്ഷൻ. സ്കിന്നിലുള്ള സ്വെറ്റ് ഗ്ലാൻഡ്സ് നമ്മുടെ ശരീരത്തിൽ നിന്നും വാട്ടർ, അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, പിന്നെ ഓയിലി മാറ്റേഴ്സ് എന്നിവ പുറത്തു കളയാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ സ്വെറ്റ് ഗ്ലാൻഡ്സ് സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ് പുറത്തു കളയുന്നതോടൊപ്പം അതിനെ അബ്സോർബും ചെയ്യുന്നുണ്ട്. ഇത് ശരീരത്തിൽ നിന്നും അമിതമായിട്ട് സോഡിയം ക്ലോറൈഡ് നഷ്ടപ്പെടാതെ നോക്കുന്നു. സബ്ക്യൂട്ടേനിയസ് ഗ്ലാൻഡ്സ് പുറത്തുവിടുന്ന ഓയിലി മാറ്റർ സ്കിന്നിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനും വാട്ടർ പ്രൂഫ് ചെയ്യാനും സഹായിക്കും. ഈ ഗ്ലാൻഡ്സ് ആണ് നമ്മുടെ ഫേസിനെ ഓയിലി ആക്കുന്നത്. കൂടാതെ സ്കിന്നിൻ്റെ അബ്സോർപ്ഷൻ എന്ന ക്വാളിറ്റി കൊണ്ട് ചില മെഡിസിൻ നമ്മൾ സ്കിൻ പാച്ചിൻ്റെ രൂപത്തിൽ രോഗികൾക്ക് കൊടുക്കാറുമുണ്ട്. ഇത്രയുമെല്ലാമാണ് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്. അടുത്തതായിട്ട് നമുക്ക് സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. സ്കെലറ്റൽ സിസ്റ്റമിൻ്റെ പ്രധാന ഫങ്ഷൻസ് ആണ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, മൂവ്മെൻറ്റ്, മിനറൽ ആൻഡ് ഗ്രോത്ത് ഫാക്ടർ സ്റ്റോറേജ്, ബ്ലഡ് സെൽ ഫോർമേഷൻ, ട്രൈഗ്ലിസറൈഡ് അഥവാ ഫാറ്റ് സ്റ്റോറേജ്, ഹോർമോൺ പ്രൊഡക്ഷൻ എന്നിവ. ഒന്നാമതായി നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്കെലറ്റൽ സിസ്റ്റമാണ് ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നതും ബോഡിക്ക് സ്ട്രക്ചറൽ മെയിൻ്റനൻസ് ചെയ്യാൻ സഹായിക്കുന്നതും. പ്രൊട്ടക്ഷന് ഉദാഹരണമാണ് സ്കൾ ബ്രെയിനിനെ സംരക്ഷിക്കുന്നതും, വെർട്ടിബ്രേ സ്പൈനിനെ കവർ ചെയ്യുന്നതും, റിബ് കേജ് ലങ്സിനെയും ഹാർട്ടിനെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും. സ്കെലറ്റൽ മസിൽസിൻ്റെ സഹായത്തോടെ നമ്മളെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് സ്കെലറ്റൽ സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തിലെ ബോൺസ് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും റിസർവോയറാണ്.
സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ മിനറൽസ് ആവശ്യാനുസരണം ബ്ലഡ് വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. ബോണിൽ മിനറൽസിൻ്റെ ഡെപ്പോസിറ്റ് കുറയുകയും റീഅബ്സോർപ്ഷൻ കൂടുകയും ചെയ്യുമ്പോൾ ബോൺസിന് ബലക്ഷയം സംഭവിക്കുന്ന അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ബോണിനുള്ളിലെ റെഡ് മാരോ കാവിറ്റീസിലാണ് ബ്ലഡ് സെൽസ് ഫോം ആവുന്നത്. അതുപോലെ ബോഡിയുടെ സോഴ്സ് ഓഫ് എനർജിയായ ഫാറ്റും ബോൺ ക്യാവിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസ്റ്റിയോകാൽസിൻ എന്ന ഹോർമോൺ ബോൺ ഫോർമേഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം ഒബീസിറ്റി, ഡയബറ്റീസ്, ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്നിവയിൽ നിന്നും ബോഡിയെ പ്രൊട്ടക്റ്റും ചെയ്യുന്നു. ഇത്രയുമാണ് ബോൺ സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. മസ്ക്യുലർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്ക്യുലർ സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ മൂവ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പോസ്ചറും ബോഡി പൊസിഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ മസ്ക്യുലർ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻറ്റ്സ് സ്റ്റെബിലൈസ് ചെയ്യുന്നതും മസിൽസാണ്. അതുപോലെ തന്നെ മസിൽസാണ് നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡിയുടെ എല്ലാ മൂവ്മെൻറ്റ്സും മസിൽ കൺട്രാക്ഷൻസിൻ്റെ ഫലമാണ്. നമ്മുടെ ശരീരത്തിലൂടെ ബ്ലഡ് തുടർച്ചയായ വേഗത്തിൽ ഒഴുകാൻ കാരണം കാർഡിയാക് മസിൽസിൻ്റെ പ്രവർത്തനമാണ്. ബോഡിയുടെ പോസ്ചർ നിലനിർത്താൻ, ബോഡിയുടെ ആ രൂപം നിലനിർത്താൻ സഹായിക്കുന്നത് മസിൽസാണ്. സ്കെലറ്റൽ സിസ്റ്റവുമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് അത്. ജോയിൻറ്റ് മസിൽസാണ് രണ്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ബോൺസുമായി അറ്റാച്ച് ചെയ്ത് അതിനെ പുൾ ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജോയിൻറ്റ്സ് സ്ട്രോങ്ങും സ്റ്റെബിലൈസ്ഡുമായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ മസിൽ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റാണ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ സഹായിക്കുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കുന്നതും നമ്മുടെ ബോഡി ഹോട്ടാവുന്നതും ഈ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അടുത്തതായി നെർവസ് സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും 3 ഫങ്ഷൻസാണ് ഉള്ളത്. ഒന്ന് സെൻസറി ഇൻപുട്ട്, ഇൻ്റഗ്രേഷൻ, മോട്ടോർ ഔട്ട്പുട്ട്. നമ്മുടെ ശരീരത്തിനുള്ളിലെയും പുറത്തെയും ചേഞ്ചസ് നെർവസ് സിസ്റ്റമിലെ സെൻസറി റിസെപ്റ്റേഴ്സ് ആണ് ശേഖരിക്കുക. ഈ ഡാറ്റയെ സെൻസറി ഇൻപുട്ട് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ച് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് ഇൻ്റഗ്രേഷൻ. ഒരു ആക്ഷൻ തീരുമാനിച്ചു കഴിയുമ്പോൾ നെർവസ് സിസ്റ്റം ആ ആക്ഷൻ പ്രാവർത്തികമാക്കാൻ ഏത് മസിലിനെയാണോ അതോ ഗ്ലാൻസിനെയാണോ അറിയിക്കേണ്ടത് അവിടേക്ക് സിഗ്നൽ അയക്കുന്നു. ആ സിഗ്നലാണ് മോട്ടോർ റെസ്പോൺസ്. ഉദാഹരണത്തിന്, നമ്മളൊരു ഹോട്ടായ പ്രതലത്തിൽ ടച്ച് ചെയ്യുമ്പോൾ ഹോട്ട്നെസ് ആവും നമ്മുടെ സെൻസറി റിസെപ്റ്റർ കളക്ട് ചെയ്യുന്ന സെൻസറി ഇൻപുട്ട്. സെൻസറി ഇൻപുട്ട് പ്രോസസ്സ് ചെയ്ത് ഒരുപാട് ചൂടുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ തൊട്ടതെങ്കിൽ ഉടനെ കൈ മാറ്റുവാനുള്ള തീരുമാനം ഉണ്ടാവുകയും അത് നമ്മുടെ കയ്യിലെ മസിലിനെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആണ് നമ്മൾ കൈ വലിക്കുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ 2 ഭാഗമായിട്ട് തിരിക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ CNS, പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ PNS. നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡും കൂടി കൂടിയതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ബോഡിയുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഏകോപിപ്പിക്കുന്നതും CNSൻ്റെ ഫംഗ്ഷനാണ്. പെരിഫറൽ നെർവ്സ് എന്നത് CNSനോട് കണക്റ്റഡായി ബോഡിയിൽ പടർന്നു കിടക്കുന്ന നെർവ്സാണ്. CNSലെ സിഗ്നൽസിനെ ബോഡിയുടെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ നെർവ്സാണ്. അതുപോലെ തന്നെ ബോഡി പാർട്സിൻ്റെ സിഗ്നൽസ് CNSലേക്കും പെരിഫറൽ നെർവ്സ് എത്തിക്കുന്നു. അടുത്തതായി എൻഡോക്രൈൻ സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റം ന്യൂറോൺ കോശങ്ങളിലൂടെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് വഴി മില്ലി സെക്കൻഡ്സ് കൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ മറ്റൊരു മെസ്സേജിങ് സർവീസാണ് എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എൻഡോക്രൈൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസിൻ്റെ സഹായത്തോടെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ കെമിക്കൽ റിയാക്ഷൻസിനെയാണ് മെറ്റബോളിസം എന്ന് പറയുക. ശരീരത്തിലെ സെൽസ് ഉണ്ടാകുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ് ഹോർമോൺസ്. അവ സെല്ലിന് പുറമെയുള്ള ഫ്ലൂയിഡിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി വിവിധ സെൽസിൻ്റെ മെറ്റബോളിക് ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ്
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് പീനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പാരതൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ്, അഡ്രീനൽ ഗ്ലാൻഡ്, ഫീമെയിലിലെ ഓവറിയും മെയിലിലെ ടെസ്റ്റിസും. ശരീരത്തിലെ റീപ്രൊഡക്ഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇലക്ട്രോലൈറ്റ് ബാലൻസ്, എനർജി ബാലൻസ് എന്നിവ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എൻഡോക്രൈൻ സിസ്റ്റം പ്രധാന പങ്ക് വഹിക്കുന്നു. കാർഡിയോവാസ്കുലർ സിസ്റ്റം. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. ഹാർട്ടും ബ്ലഡ് വെസൽസും ചേർന്നതാണ് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം. അടുത്തടുത്തിരിക്കുന്ന 2 പമ്പ് കൂടി ചേർന്നതാണ് നമ്മുടെ ഹാർട്ട്. ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിലെ എല്ലായിടത്തും എത്തിക്കുന്ന ഡെലിവറി റൂട്ടാണ് ബ്ലഡ് വെസൽസ്. നേരത്തെ പറഞ്ഞ പോലെ 2 പമ്പുണ്ട് ഹാർട്ടിന്. ഒന്ന് റൈറ്റിലെയും മറ്റ് ലെഫ്റ്റിലും. റൈറ്റിലെ പമ്പ് ബോഡിയിൽ നിന്നും വരുന്ന കുറഞ്ഞ ഓക്സിജൻ ലെവലുള്ള ബ്ലഡിനെ ലങ്സിലേക്ക് പമ്പ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലെ പമ്പ് ലങ്സിൽ നിന്നും വരുന്ന ഓക്സിജൻ റിച്ച് ബ്ലഡിനെ ശരീരത്തിലേക്കും പമ്പ് ചെയ്യുന്നു. ഓക്സിജൻ ഡെലിവറി ചെയ്യുന്ന കൂടെ ബ്ലഡ് വഴി ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസും ഡെലിവറി ചെയ്യുന്നു. ബ്ലഡ് വെസൽസ് പ്രധാനമായും 3 തരമാണ്: ആർട്ടറീസ്, കാപ്പിലറീസ്, പിന്നെ വെയിൻസ്. ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ആർട്ടറി വഴി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പോകുന്നു. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നത് വെയിൻസ് വഴിയാണ്. ബ്ലഡ് ഒഴുകുന്ന ആർട്ടറി മുന്നോട്ട് പോകുന്തോറും ചെറിയ ബ്ലഡ് വെസൽസായി പിരിയുകയും ഒടുവിൽ ഓർഗൻ ടിഷ്യൂസിലെ ചെറിയ ബ്ലഡ് വെസൽസായ കാപ്പിലറികളിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ നിന്നും വെയിൻസ് ബ്ലഡിനെ ഹാർട്ടിലേക്ക് കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ നോക്കുന്നത് ലിംഫാറ്റിക് സിസ്റ്റമാണ്. ബ്ലഡ് ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നതിനൊപ്പം ന്യൂട്രിയൻസും വേസ്റ്റും ഗ്യാസും ബ്ലഡിൽ നിന്നും ഇൻറ്റർസ്റ്റീഷ്യസ് ഫ്ലൂയിഡിലേക്ക് എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. സെൽസിന് ഇടയിലുള്ള ചെറിയ ഫ്ലൂയിഡ് കോട്ടിംഗ് ആണ് ഇൻറ്റർസ്റ്റീഷ്യസ് ഫ്ലൂയിഡ്. ഇങ്ങനെ വരുന്ന ഇൻക്രീസ് ഓഫ് ഇൻറ്റർസ്റ്റീഷ്യസ് ഫ്ലൂയിഡ് ബ്ലഡ് വെസൽസ് അബ്സോർബ് ചെയ്യും. എന്നാലും ദിവസേന 3 ലിറ്ററോളം ഫ്ലൂയിഡ് വെയിൻ വഴി പോകാതെ, അതായത് ബ്ലഡ് വെസൽസ് അബ്സോർബ് ചെയ്യാതെ ഇൻറ്റർസ്റ്റീഷ്യസ് ഫ്ലൂയിഡിൻ്റെ ഭാഗമായി കിടക്കും. ഇങ്ങനെ വരുന്ന ഈ ഫ്ലൂയിഡിനെ തിരിച്ച് ബ്ലഡ് സ്ട്രീമിലേക്ക് കൊണ്ടുവന്നാലേ ബോഡിയിലെ ബ്ലഡ് വോളിയം സ്റ്റെബിലൈസ് ആക്കാൻ പറ്റുകയുള്ളൂ. ഈ പ്രവൃത്തി ശരീരത്തിൽ സാധ്യമാകുന്ന സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം ഒരു 1 വേ സിസ്റ്റമാണ്. ലിംഫിലെ ഫ്ലൂയിഡ് എപ്പോഴും ഹാർട്ടിലേക്ക് മാത്രമായിരിക്കും ഒഴുകുക. അടുത്തത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മൂലകമാണ് ഓക്സിജൻ. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ തുടർച്ചയായ സപ്ലൈ ഉറപ്പാക്കുന്നത് നമ്മുടെ ലങ്സാണ്. നോസ്, പാരാനാസൽ സൈനസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രാക്കിയ, ബ്രോങ്കായ് ആൻഡ് സബ്ഡിവിഷൻ, ലങ്സ്, പ്ലൂറേ എന്നീ പാർട്സ് കൂടിച്ചേർന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ലങ്സിൻ്റെ ഫങ്ഷൻ എന്നത് ബോഡിയിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ആണെന്ന് പറഞ്ഞല്ലോ. പൾമനറി വെന്റിലേഷൻ, എക്സ്റ്റേണൽ റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ് ആൻഡ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്നീ പ്രോസസ്സ് കൂടിച്ചേർന്നതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലങ്സിലേക്കും ലങ്സിൽ നിന്നും ഉള്ള എയർ മൂവ്മെൻറ്റിനെയാണ് പൾമനറി വെന്റിലേഷൻ എന്ന് പറയുക. പൾമനറി വെന്റിലേഷൻ ലങ്സിലെ എയർ എപ്പോഴും ഫ്രഷാക്കി വയ്ക്കുന്നു. ലങ്സിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ബ്ലഡിലേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്നും പുറത്തേക്കും ഡിഫ്യൂസ് ചെയ്യുന്ന പ്രവർത്തനമാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. അത് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലാണ് നടക്കുക. ഇങ്ങനെ ബ്ലഡിലെത്തുന്ന ഓക്സിജൻ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിൻ്റെ സഹായത്തോടെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നു. അതുപോലെ സെൽസിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് പറയുന്നത്. കാർഡിയോവാസ്കുലർ സിസ്റ്റം റെസ്പിറേഷൻ പ്രോസസ്സിൽ സഹായിക്കുന്നത് ഈ വിധമാണ്. ബ്ലഡിലെ ഓക്സിജൻ സെൽസിലേക്കും സെൽസിലെ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്കും ഡിഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ. എക്സ്റ്റേണൽ റെസ്പിറേഷൻ നടക്കുന്നത് നമ്മുടെ ലങ്സിലാണെങ്കിൽ ഇൻറ്റേർണൽ റെസ്പിറേഷൻ നടക്കുന്നത് നമ്മുടെ സെൽസിലാണ്. അടുത്തത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ന്യൂട്രിയൻ മോളിക്യൂൾസ് ആക്കി മാറ്റി അവയെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യുകയും
ശേഷം വരുന്ന വേസ്റ്റിനെ ശരീരത്തിന് പുറത്തേക്ക് തള്ളുകയും ചെയ്യുക എന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം. എലമെൻ്ററി കനാൽ എന്നും ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ് എന്നും. എലമെൻ്ററി കനാൽ അഥവാ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഒരു കണ്ടിന്യൂസ് മസിൽ ട്യൂബാണ്. നമ്മുടെ വായിൽ നിന്നും തുടങ്ങി ഐനസിൽ അവസാനിക്കുന്ന ഒരു ട്യൂബാണത്. എലമെൻ്ററി കനാലിലെ ഓർഗൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. മൗത്ത്, ഫാരങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഐനസിലാണ് അവസാനിക്കുക. ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ് ആണ് ടീത്ത്, ടങ്, ഗാൽ ബ്ലാഡർ, സലൈവറി ഗ്ലാൻഡ്സ്, ലിവർ, പിന്നെ പാൻക്രിയാസ്. ആക്സസറി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആയ ഗാൽ ബ്ലാഡർ, സലൈവറി ഗ്ലാൻഡ്സ്, ലിവർ, പാൻക്രിയാസ് എന്നിവ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സെക്രീഷൻസ് GI ട്രാക്റ്റിലേക്ക് അയക്കുന്നു. അടുത്തത് യൂറിനറി സിസ്റ്റമാണ്. കിഡ്നി, യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര ഇത്രയും ചേർന്നതാണ് നമ്മുടെ യൂറിനറി സിസ്റ്റം. നമ്മുടെ കിഡ്നി ഒരു ദിവസം 200 ലിറ്ററോളം ഫ്ലൂയിഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ ടോക്സിൻസ്, മെറ്റബോളിക് വേസ്റ്റ്, എക്സസ് അയൺസ് എന്നിവയെല്ലാം ഫിൽട്ടർ ചെയ്ത് യൂറിൻ വഴി ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നു. അതുവഴി കിഡ്നി ശരീരത്തിൻ്റെ കെമിക്കൽ ബാലൻസ് നിലനിർത്തുന്നു. ബ്ലഡിലെ വാട്ടറിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിലും അതിൻ്റെ മറ്റ് കെമിക്കൽ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും കിഡ്നി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ശരീരത്തിലെ ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്നതും കിഡ്നിയാണ്. നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി ഗ്ലൂക്കോജെനിസിസ് എന്ന പ്രോസസ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതും കിഡ്നിയാണ്. നമ്മൾ 2 കിഡ്നിയിൽ നിന്നും യൂറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിൽ ശേഖരിക്കുന്നു. പിന്നീട് യൂറീത്ര വഴി ബോഡിക്ക് പുറമെ കളയുകയും ചെയ്യുന്നു. അടുത്തത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. മെയിൽ ശരീരത്തിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ടെസ്റ്റീസ്. ടെസ്റ്റീസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൽ ബോഡിയിൽ 2 ടെസ്റ്റീസ് ഉണ്ട്. അവയോട് ചേർന്നുള്ള ഡക്ട്സ്, ഗ്ലാൻഡ്സ്, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളെ ആക്സസറി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കാം. റീപ്രൊഡക്ഷന് ആവശ്യമായ സ്പേം പ്രൊഡ്യൂസ് ചെയ്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നിക്ഷേപിക്കുക എന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അനാറ്റമിക്കൽ പാർട്സ് ഒന്ന് നോക്കാം. സ്ക്രോട്ടം, ടെസ്റ്റീസ്, മെയിൽ പെരീനിയം, പെനിസ്, മെയിൽ ഡക്ട് സിസ്റ്റം, മെയിൽ ആക്സസറി ഗ്ലാൻഡ്സ് ആൻഡ് സീമൻ എന്നിവയാണ് അവ. അടുത്തതായി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ ബോഡിയിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഓവറീസ്. ടെസ്റ്റീസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഓവറീസ് ഓവ അല്ലെങ്കിൽ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നിക്ഷേപിച്ച ശേഷം സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്ത് ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അല്ലെങ്കിൽ സൈഗോട്ട് എന്ന ഫസ്റ്റ് സെൽ ഓഫ് ഹ്യൂമൻ ബോഡി രൂപപ്പെടുന്നു. സൈഗോട്ടിനെ യൂട്രസ് ആണ് പ്രൊട്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് നൽകി വളർത്തിയെടുക്കുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിലിൻ്റേത് അപേക്ഷിച്ച് കൂടുതൽ കോംപ്ലക്സ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്പേം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പുറമേ തന്നെ അത് ഫെർട്ടിലൈസ് ചെയ്യാനും ഫെർട്ടിലൈസ് ആയ എഗ്ഗിനെ ഡെവലപ്പ് ചെയ്യാനുമുള്ള എൻവയോൺമെൻറ്റ് ഒരുക്കുന്നു. ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഹോർമോൺസ് ആണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് ഓവറീസ്, ഡക്ട് സിസ്റ്റം, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഫീമെയിൽ പെരീനിയം. മാമറി ഗ്ലാൻഡ്സ് മെയിലിലും ഫീമെയിലിലും കാണാം. എന്നാൽ സാധാരണയായി അത് ഫങ്ഷൻ ചെയ്യുക ഫീമെയിലിൽ മാത്രമാണ്. മാമറി ഗ്ലാൻഡിൻ്റെ ബയോളജിക്കൽ റോൾ എന്നത് റീപ്രൊഡക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞിനായി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ഇതോടെ നമ്മൾ ബോഡിയിലെ വിവിധ സിസ്റ്റങ്ങളെപ്പറ്റിയും അതിൻ്റെ ഫങ്ഷനെ പറ്റിയും ചർച്ച ചെയ്ത് കഴിഞ്ഞു. I hope you enjoyed the video. I will catch you in another one.